ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ കാർത്തിക് ദിനേശ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളിപ്പോ പുതിയ കുട്ടി കർഷകരെ പരിചയപ്പെടാം. പേരെന്താണ്? നിരഞ്ജൻ ഷാ അഹമ്മദ്. ഓക്കെ. സ്കൂൾ എവിടെയാണ്? കവടിയാർ പണ്ഡിറ്റ് കോളനിയുടെ അകത്ത്. സ്കൂളിന്റെ പേരെന്താ? ശബരിഗിരി ന്യൂ ജനറേഷൻ സ്കൂൾ. ഇവിടെ എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞുതരൂ. 168 ഐറ്റംസ് ഉണ്ട് ഇവിടെ. താഴത്തുനിന്ന് കുറച്ച് സമ്മാനങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത് എന്തിനു കിട്ടിയതായിരുന്നു? ഈ കൃഷിക്ക് തന്നെ കിട്ടിയതാ. എവിടുന്നൊക്കെ കിട്ടിയിട്ടുണ്ട്? കേന്ദ്ര സർക്കാരിന്റെ കേരള സർക്കാരിന്റെ മാതൃഭൂമി, ജന്മഭൂമി, സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടോ? സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് വെണ്ടയാണ്. ഇത് വെണ്ട. ചീര, വഴുതന. നമുക്ക് പുതിയ സാധനം കണ്ട്. ഇതെന്താ സാധനം? ഇത് ഞൊട്ടാഞ്ഞടിയനാണ്. ഇംഗ്ലീഷിൽ ഗോൾഡൻ ബെറി പറയും. ഗോൾഡൻ ബെറി. ഇത് കേൾക്കാത്ത പേരാണല്ലോ. ഇത് അവിടെ സാധനം ഒക്കെ ഉണ്ടല്ലോ. എന്താ ഏതോ ആണല്ലേ? ഇത് കസ്റ്റാർഡ് ആപ്പിൾ. കസ്റ്റാർഡ് ആപ്പിൾ. ഞാൻ വേറെ സാധനം കാണിച്ചുതരാം. ഇതെന്താ സാധനം? ഇത് മാതളമാ. അല്ല, ഇത് ഈ ഗ്രോ ബാഗിൽ മാതളം. അതിന്റെ ഇംഗ്ലീഷിന് എന്താ? നമ്മള് ഫ്രൂട്ടിന്റെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മറ്റേ ജ്യൂസ് അടിക്കാനുള്ള സാധനല്ലേ? ഇതിലെന്തോ പ്രത്യേകം എന്തോ സാധനം ഉണ്ട് പറഞ്ഞു. ഇത് റെഡ് ലെമൺ ആണ്. ഇതിന്റെ അകത്ത് ചുവന്ന കളറാണ്. നമ്മൾ സാധാരണ കാണുന്ന ഒരു മഞ്ഞ കളർ, ഒരു വൈറ്റും മഞ്ഞും കൂടിയിട്ടുള്ള ഒരു കളറുള്ളതല്ലേ? ഇത് റെഡ് അല്ലേ? ഇത്രയും കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ പ്ലാന്റ്സ്, ഫ്രൂട്ട്സ് ഇതൊക്കെ വെച്ചതിന് കൺഗ്രാജുലേഷൻസ്. ഓക്കെ. അപ്പൊ ഇത്രയും നല്ല രീതിക്കാണ് ഇവിടെ ചെയ്തത്. എന്തൊക്കെ വളമാണ് ഇതിനിടാറുള്ളത്? ചാണകം, ഗൗമൂത്രം, പിന്നെ നമ്മുടെ വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി, കടല പിണ്ണാക്ക് ഇതിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു അല്ല ഏതെങ്കിലും ഞങ്ങൾ അരച്ചൊരു സീക്രട്ട് വളമുണ്ട്. ആ വളത്തിന്റെ അകത്തിട്ടിച്ച് ഇച്ചിരി ദിവസം കഴിയുമ്പോ ഞങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ എല്ലാത്തിനും പകർത്തും. 20 ഗ്ലാസ് വെള്ളവും അര ഗ്ലാസ് പിന്നെന്താ സീക്രട്ട് വളം ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരൂ. അത് ഹൃദയാമൃതം. അതില് നമ്മളെ ഫുഡ് വേസ്റ്റ് ഇടും. പിന്നെ ഒരു പെട്ടിയിലിട്ട് കലക്കിട്ട് മിക്സി, ഞങ്ങൾ വേറെ മിക്സി അടിച്ചിട്ടുണ്ട്. ആ മിക്സിയില് അത് അടിച്ചെടുത്തിട്ട് ഞങ്ങള് ഇച്ചിരി ദിവസം അടച്ച് മാറ്റി വെച്ചു. ഓക്കെ. അപ്പൊ നിന്റെ അമ്മേന്റെ പേരെന്താ? രജീന. ഓക്കെ. നിങ്ങള് ഇവന് ഇത്രയും കഴിവ് കിട്ടാൻ കാരണം എന്താ? നീലിന്റെ ബ്രദറാണ് ഇവിടെ കൃഷിയൊക്കെ കൊണ്ടുവരുന്നത്. നീല് കുഞ്ഞുനാള് മുതലേ ഇത് കാണുന്നത് കൊണ്ട് നീലിന് ഇത് കൃഷിയൊക്കെ നല്ല ഇഷ്ടമാണ്. നീല് കൂടെ വന്ന് സഹായിക്കാറുണ്ട്. നീല് പല പല ഐറ്റംസ് കണ്ടുപിടിച്ചുകൊണ്ട് വരും. എന്നിട്ട് പറയും ഇന്ന ഐറ്റംസ് വേണമെന്ന്. അങ്ങനെയാണ് സ്ട്രോബെറി ഇവിടെ വന്നത്, കരിമ്പ് വന്നത്. ഓൾമോസ്റ്റ് ഇവിടെ പിന്നെന്താ ഫ്രൂട്ട്സ് എന്തൊക്കെയുള്ള ഇവിടെ? ഏതാണ്ട് 15ഓളം ഐറ്റത്തിലുള്ള നമ്മുടെ ആയുർവേദ സസ്യങ്ങളുണ്ട്. വയമ്പുണ്ട്, ചെങ്കലമ്പരന്റെ ഉണ്ട്, പിന്നെ 3-4 ഐറ്റം നമ്മുടെ തുളസികളുണ്ട്. അങ്ങനെ കുറച്ച് നമ്മുടെ കല്ലുരുക്കി, തിപ്പലി, ചറൂള, അങ്ങനെ കുറെ ഐറ്റംസ് അതിനകത്തുണ്ട്. ഓക്കെ. ആന്റിന്റെ ഭർത്താവ് കൂടി സഹായിക്കുമോ? തീർച്ചയായിട്ടും. പുള്ളി NRI ആണ്. അപ്പൊ അദ്ദേഹത്തിന് എവിടെ ജോലി? ദുബായിലാണ്. അപ്പൊ അദ്ദേഹവും കൃഷിയെ സ്നേഹിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഫാമിലി സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ ഒരു കൃഷി ഉണ്ടാക്കാൻ തന്നെ കഴിഞ്ഞത്. ഇവിടെ ഇപ്പൊ പൂമ്പാറ്റകളൊക്കെ വരാറുണ്ടോ? പക്ഷി അങ്ങനത്തെ എല്ലാവരും ഈ കമ്പി ഉള്ളതുകൊണ്ട് പരുന്ത്, പല കിളികൾ വരാറുണ്ട്. എല്ലാത്തിനും ഞാൻ സംസാരിക്കാറുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ ഇത് നല്ല ഇനി കുറച്ചും കൂടി അടുത്ത മേഖലയിലേക്കും കൂടി കിടക്കട്ടെ എന്ന് ആശംസിച്ചോളൂ. താങ്ക് യു. ഓക്കെ.